കൊച്ചിൻ റിഫൈനറിയിൽ ഹൈടെൻഷൻ ലൈനിൽ തീപിടുത്തം. അയ്യങ്കുഴി പ്രദേശമാകെ പുക വ്യാപിച്ചു. പ്രദേശവാസികളെ സ്ഥലത്തുനിന്ന് മാറ്റിയിട്ടുണ്ട്. നാട്ടുകാർ BPCL റിഫൈനറിക്ക് മുന്നിൽ റോഡ് ഉപരോധിച്ചു. വിവരങ്ങളുമായി തിയോഫിൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. തിയോഫിൻ, അപകടകരമായ സാഹചര്യമാണോ? ഇപ്പോൾ എന്താണ് അവസ്ഥ? തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏറെക്കുറെ ശാന്തമാണ്. പക്ഷേ ഈ സംഭവം ഉണ്ടാകുന്ന ഒരു 4 മണിയോട് കൂടിയാണ്. കൊച്ചിൻ റിഫൈനറിയിലേക്ക് വരുന്ന ഹൈടെൻഷൻ ലൈൻ, അത് ഭൂമിക്കടിയിലൂടെ പോകുന്ന കേബിളാണ്. ആ കേബിളിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തമുണ്ടായി കേബിളിൻ്റെ ഇതിൻ്റെ ഒരു ആവരണമുണ്ട്, ആ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ആ പൊളിത്തീൻ ആവരണം, അത് ഉരുകി പുറത്തേക്ക് വന്ന പുകയാണ് ഈ പ്രദേശമാകെ വ്യാപിച്ചത്. പ്രധാനമായും അയ്യമ്പുഴ പ്രദേശത്താണ്. അയ്യമ്പുഴയിൽ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസിന് അടുത്തു നിന്നും കൊച്ചിൻ റിഫൈനറിലേക്ക് പോകുന്ന ഭാഗത്തുള്ള കേബിളാണ്. ആ ഭൂമിക്കടിയിലൂടെ ഒരു വലിയ സ്ലാബിട്ട് മൂടിയിട്ടുണ്ട്. അതിനടിയിലുള്ള ഡക്റ്റിലൂടെയാണ് ഈ കേബിൾ കടന്നു പോകുന്നത്. അവിടെ നിന്നും തീപിടുത്തം തുടങ്ങി ഒരു 200 മീറ്ററോളം ഭാഗം ഈ കേബിൾ പൂർണ്ണമായി തന്നെ കത്തി ഉരുകിയിട്ടുണ്ടായിരുന്നു. ചൂട് പിടിച്ചാണ് ഉരുകിയത്. ഷോർട്ട് സർക്യൂട്ടാണ് ഇതിന് ചൂട് പിടിച്ച് കേബിൾ ഉരുകാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും നാട്ടുകാർ ഈ അയ്യമ്പുഴ നിവാസികൾ വലിയ പ്രതിഷേധം ഇവിടേക്ക് ഉയർത്തിയിരുന്നു. പ്രദേശത്ത് നിൽക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ രീതിയിൽ പുക വ്യാപിക്കുകയും ചെയ്തു. ഇതോടെ നാട്ടുകാർ കൊച്ചിൻ റിഫൈനറിയിലേക്ക് വരികയായിരുന്നു. കൊച്ചിൻ റിഫൈനറിയുടെ ഗേറ്റിന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. ഇവിടെ കുത്തിയിരുന്ന ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ആളുകളൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ ഉപരോധം നിലവിൽ പ്രതിഷേധത്തിന് അയവ് വന്നെങ്കിൽ കൂടി ഇപ്പോൾ വീണ്ടും ആളുകൾ ഇവിടെ കൂടിയിരിക്കുകയാണ്. റോഡ് ഉപരോധിച്ചിരിക്കുകയാണ് പൂർണ്ണമായും തന്നെ. റോഡിലൂടെയുള്ള ഗതാഗതം, കൊച്ചിൻ റിഫൈനറിക്ക് മുന്നിലൂടെ റോഡിലൂടെ വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകാത്ത അവസ്ഥയാണ്. കൊച്ചിൻ റിഫൈനറിയുടെ സമരം നടത്തിയത്. നാട്ടുകാർ പ്രധാനമായി ഉന്നയിക്കുന്ന പ്രശ്നം അതായത് അയ്യമ്പുഴ നിവാസികൾ പറയുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ കേബിളിനുള്ളിലുണ്ടായ ഒരു തീപിടുത്തം. ആ തീപിടുത്തം സമയത്തിന് അണയ്ക്കാൻ കഴിയാതിരുന്നത് മൂലം വലിയ പുക ഈ പ്രദേശത്ത് വ്യാപിക്കുകയും ചെയ്തു. പക്ഷേ അവരുന്നയിക്കുന്ന പ്രധാന പ്രശ്നം ഇത് മാത്രമല്ല. ഇടയ്ക്കിടെ ഈ പ്രദേശത്ത്, അതായത് ഈ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസിൻ്റെ ഭാഗത്തു നിന്ന് നേരത്തെയും പലതവണ രാസവസ്തുക്കൾ, ഗ്യാസ് ഉൾപ്പെടെ ലീക്ക് ഉണ്ടാവുകയും ഈ പ്രദേശത്താകെ പുക വ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യം പലതവണ ഉണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരമൊരു സംഭവം കൂടി ഉണ്ടാകുന്നത്. ഇത് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ തങ്ങൾക്ക്, ഇത് പ്രദേശവാസികൾക്ക് വലിയ ബുദ്ധിമുട്ട് ഇത് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യം. പക്ഷേ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സ്ഥിരമായി ഈ രാസവസ്തു ഉണ്ടാകുന്ന വിഷയമല്ല. ഇന്ന് തീപിടുത്തം ഉണ്ടായതിനെ തുടർന്നുള്ള ഒരു പ്രശ്നമാണ്. അതിനുശേഷം അതോടുകൂടിയാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. ഇന്ന് വലിയ തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തം പുറത്തേക്കല്ല, ഒരു സ്ഫോടനം ശബ്ദം ഒരു 4 മണിയോടുകൂടി ഉണ്ടായി എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ വലിയ സ്ഫോടനത്തിന് ശബ്ദത്തിന് ശേഷമാണ് വലിയ തിയോഫിൻ. ഈ റിഫൈനറിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോ ചുമതലക്കാരോ ആരെങ്കിലും വന്ന് അവിടെ സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇപ്പോൾ അവർ ഒരുപാട് ആക്ഷേപങ്ങൾ നാട്ടുകാർ പറയുന്നുണ്ടല്ലോ. ഇന്നുണ്ടായ പ്രശ്നത്തിന് പുറമെ പലപ്പോഴും രാസവസ്തുക്കളുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധികൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിൽ ഏതെങ്കിലും തരത്തിൽ വിശദീകരിക്കാനോ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറയാനോ തയ്യാറായിട്ടുണ്ടോ റിഫൈനറിയുടെ അധികൃതർ? മനു ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് തന്നെ ഡെപ്യൂട്ടി കളക്ടർ ഇവിടെ എത്തിയിരുന്നു. ജനങ്ങളെ കണ്ട ശേഷം അദ്ദേഹം കൊച്ചി റിഫൈനറി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. അതിനുശേഷം പിന്നീട് കമ്പനിയുടെ ഭാഗത്തു നിന്ന് അറിയിച്ചതനുസരിച്ച് പ്രദേശവാസികളോട് ഡെപ്യൂട്ടി കളക്ടർ ഇന്ന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും 3 പേരോളം കുഴഞ്ഞു വീഴുകയും ചെയ്തിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ ചിലർ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ട ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കമ്പനി വഹിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് ഈ പ്രദേശത്ത്, അയ്യമ്പുഴ പ്രദേശത്ത് പുക വ്യാപിച്ചതുകൊണ്ട് തന്നെ പലർക്കും അവിടെ ആ വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടെന്ന് ഈ പ്രദേശവാസികൾ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവരെ ഇന്ന് സമാധാനമായി മറ്റൊരിടത്ത് താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്താമെന്നുള്ള അതിനുള്ള സംവിധാനം കമ്പനി ഒരുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതും തുടർന്ന് അങ്ങോട്ടുള്ള അതാണ് അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിക്കുള്ള താൽക്കാലിക പരിഹാരം ചെയ്യാം എന്ന് കമ്പനി പറയുന്നു. പക്ഷേ അതുപോലല്ലോ, നമുക്ക് അതിനപ്പുറത്തേക്ക് ഈ പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കാൻ നാട്ടുകാർക്ക് അവിടെ ജീവിച്ചല്ലേ പറ്റൂ. അപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളെ ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം വേണം. അതിന് ശാശ്വതമായി എന്തു ചെയ്യാൻ പറ്റും എന്ന ആലോചനകളിലേക്ക് കടക്കുമോ അവർ? അതിനുള്ള കാര്യങ്ങളും നടപടികളും എല്ലാം സർക്കാർ തലത്തിൽ അത് പുരോഗമിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ പ്രതിഷേധമുണ്ടായത് എന്നതാണ് മറ്റൊരു വിഷയം. അതായത് ഈ പ്രദേശവാസികൾ 30 വീടുകളോളം അല്ലെങ്കിൽ 30-ലധികം വീട്ടുകാർ ഈ പ്രദേശത്തുണ്ട്. ഇവർക്ക് ഈ അതായത് ഈ റിഫൈനറിയെക്കുറിച്ചല്ല പ്രധാനമായും നേരത്തെ ആക്ഷേപം ഉണ്ടായിരുന്നത്. ഈ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസിൽ നിന്നും
രാസവസ്തുക്കൾ ഉൾപ്പെടെയുള്ള ഗ്യാസ് തടസ്സമുണ്ടാക്കുന്നു, മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പലതവണ ഇവർ പരാതി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കമ്പനികൾ ഏറ്റെടുത്താൽ തീർച്ചയായും മനു, അതായത് പരസ്പരം ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളാണ്. അതായത് ഈ റിഫൈനറി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അതിൽ നിന്ന് ലഭിക്കുന്ന രാസവസ്തുക്കളും അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അത് മറ്റൊരു സ്ഥാപനമാണ്. പക്ഷേ അവിടെ നിന്നുള്ള പുകയാണ് നാട്ടുകാർക്ക് നേരത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഈ കമ്പനിയിൽ നിന്നുള്ള ഈ പുകയും മറ്റും ശ്വസിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് നേരത്തെ തന്നെ പലതവണ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചതാണ്. അങ്ങനെ അവർ അധികാരികളോട് ആവശ്യപ്പെടുന്നത് തങ്ങൾക്ക് അല്ലെങ്കിൽ കമ്പനികൾ ഈ ഞങ്ങളുടെ സ്ഥലം കൂടി ഏറ്റെടുക്കാം, വില നൽകി ഏറ്റെടുത്ത് തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. അതിൽ പുരോഗമിക്കുന്നുണ്ട്. അതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന കോട്ടയത്തെ മേഖലാതല യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അത് വൈകാതെ മറ്റൊരു വഴിക്ക് നീങ്ങും. ഇതിനിടയിൽ ഇന്നുണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ന് ഈ കേബിളിന് തീപിടിച്ചത് മൂലം ഇവിടെ വ്യാപകമായി പുക നിറഞ്ഞതാണ്. ആ പുക നിറഞ്ഞത് മൂലം ഈ പ്രദേശവാസികൾക്ക് അവരുടെ വീട്ടിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് തങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. നമ്മൾ വരുമ്പോൾ ഈ കൊച്ചിൻ റിഫൈനറിക്ക് മുന്നിൽ ഉൾപ്പെടെ വലിയ പുകയുണ്ടായിരുന്നു. പക്ഷേ ഈ പുകയ്ക്കൊക്കെ ശമനം വന്നിട്ടുണ്ട്. പക്ഷേ അയ്യമ്പുഴ പ്രദേശത്ത് ഇപ്പോഴും പുക തങ്ങി നിൽക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ പുക മൂലം നാട്ടുകാർക്ക് വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതിനാൽ ഇന്ന് അവിടെ നിന്ന് മാറി നിൽക്കേണ്ടവർക്ക് അതിനുള്ള സൗകര്യം കമ്പനി ഏർപ്പെടുത്താം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് ഡെപ്യൂട്ടി കളക്ടർ സംസാരിച്ച സാഹചര്യത്തിൽ അതിനുള്ള ഉറപ്പ് കമ്പനി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർ, അതായത് ദേഹാസ്വാസ്ഥ്യം മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ട ചെലവ്, അവരുടെ ആശുപത്രി ചെലവും മറ്റു കാര്യങ്ങളും വഹിക്കാമെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം, അത് നാളെ പണിമുടക്കായതുകൊണ്ട് സാധിക്കുമെങ്കിൽ നാളെ തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച കൂടി ഈ പ്രദേശവാസികളുടെ പ്രതിനിധികളുമായി ഒരു ചർച്ച കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കാമെന്നും ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി, ഏതായാലും നാട്ടുകാരുടെ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അത് പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് ഏറ്റവും ആത്മാർത്ഥമായി പ്രതീക്ഷിക്കാം. ഈ കമ്പനിയുടെ പ്രവർത്തനം ഇപ്പോൾ എങ്ങനെയാണ്? ഈ പറയുന്നത് പോലെ വലിയ തീപിടുത്തമൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ അവരുടെ പ്രവർത്തനം തടസ്സപ്പെട്ടിരുന്നോ, പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ? എന്താണ് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്? മനു, ഇതൊരു യാതൊരു രീതിയിലും കമ്പനിയുടെ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നതല്ല. കാരണം വലിയൊരു തീപിടുത്തം നമുക്ക് പറയാൻ കഴിയില്ല. ഇതൊരു കേബിളാണ്, അണ്ടർഗ്രൗണ്ട് കേബിൾ, അതായത് ഹൈ ടെൻഷൻ കേബിളിലുണ്ടായ ഒരു തീപിടുത്തം. അതായത് കേബിൾ ചൂടായി ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം. അങ്ങനെയെങ്കിൽ അതിൻ്റെ കാരണമായിരിക്കാം ഒരുപക്ഷെ കേബിൾ വലിയ രീതിയിൽ ചൂടാവുകയും ആ ചൂട് കൊണ്ട് ഒരു തീപിടുത്തമുണ്ട്, ചെറിയൊരു സ്ഫോടന ശബ്ദത്തോടുകൂടി തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു. ആ തീപിടുത്തത്തിന് ശേഷം ആ തീ പിടിച്ച് ആളി കത്തുന്നതിന് പകരം ഇത് ഡക്റ്റിനടിയിലായിരുന്നു, സ്ലാബിട്ട് മൂടിയ ഡക്റ്റാണ്. ആ ഡക്റ്റിനടിയിലായതുകൊണ്ട് തന്നെ തീയേക്കാൾ അധികം പുകയാണ് പുറത്തേക്ക് വന്നത്. അങ്ങനെ 200 മീറ്ററോളം സ്ഥലത്തെ ഈ അണ്ടർഗ്രൗണ്ട് കേബിൾ അവിടെ ഉരുകുകയും അവിടെ ഇത്രയും സ്ഥലത്തുള്ള ഈ കേബിളിൻ്റെ കോട്ടിംഗ് ഉരുകി വലിയ തോതിൽ പുക വ്യാപിക്കുകയുമായിരുന്നു. ഇതാണ് സംഭവം ഉണ്ടായത്. ഇപ്പോൾ ഈ തീപിടുത്തം അല്ലെങ്കിൽ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് അവസാനമായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം അണ്ടർഗ്രൗണ്ട് ഡക്റ്റ് ആയതിനാൽ തന്നെ ഫയർഫോഴ്സിന് അവിടേക്ക് എത്തി തീ അണയ്ക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ കേബിളിൻ്റെ സ്ലാബിനടിയിൽ കൂടി തീ അണയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. ആ തീ അണയ്ക്കാൻ അല്പം വൈകിയത് തന്നെ ഈ കേബിൾ വൈദ്യുതി പ്രവഹിച്ചുകൊണ്ടിരുന്ന കേബിൾ ആയതുകൊണ്ട് വൈദ്യുതി കണക്ഷൻ ബെന്നി ബെഹനാൻ MP ആണ് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് സ്ഥലത്തെത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ കൊച്ചി റിഫൈനറിന് ഉള്ളിലേക്ക് കടന്ന് ഉദ്യോഗസ്ഥരുമായി കൂടി സംസാരിക്കുന്നു, നാട്ടുകാരോട് സംസാരിച്ചിട്ടുണ്ട്. ഒപ്പം നാട്ടുകാർ പ്രതിഷേധവുമായി പുറത്തുണ്ട്. കാരണം അവർ ഏറ്റവും പ്രധാന ആവശ്യം സ്ഥിരമായി തങ്ങൾ നേരിടുന്ന ഈ പ്രശ്നത്തിന്, അതായത് ഇവിടെ വലിയ രീതിയിൽ പുകയുണ്ടാകുന്നു, അതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആ ആവശ്യം അവർ ഡെപ്യൂട്ടി കളക്ടറോട് ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും തൽക്കാലത്തേക്ക് ഇന്നത്തെ പ്രശ്നത്തിന് കമ്പനിയുമായി ഇടപെട്ട അതിനു വേണ്ട ഒരു പരിഹാരം അതിൽ സമാധാനമാക്കിയിട്ടുണ്ട് എന്ന് ഡെപ്യൂട്ടി കളക്ടർ അറിയിക്കുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ ജില്ലാ കളക്ടറുമായുള്ള ഒരു തുടർ ചർച്ചയ്ക്കുള്ള കാര്യങ്ങൾ അത് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സമയം നോക്കിയ ശേഷം കൃത്യമായ സമയം ഇവരെ നാട്ടുകാരെ അറിയിക്കാമെന്നും ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഇപ്പോൾ തീയും അടഞ്ഞിട്ടുണ്ട്. ഫയർഫോഴ്സിന് പിന്നീട് ഈ വൈദ്യുതി വിച്ഛേദിച്ചതിന് ശേഷം തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ പ്രദേശത്ത് വ്യാപിച്ച പുക, അയ്യമ്പുഴ പ്രദേശത്ത് ഇപ്പോഴും പുക ബാക്കിയുണ്ട് എങ്കിൽ കൂടി ചുറ്റുപാടും പ്രദേശത്ത് വ്യാപിച്ച പുക ഇപ്പോൾ പുകയ്ക്ക് ശമനമായിട്ടുണ്ട്. ഏറെക്കുറെ തെളിഞ്ഞ അന്തരീക്ഷമാണ് ഇപ്പോൾ കൊച്ചി റിഫൈനറിക്ക് ചുറ്റുപാടുമുള്ളത്. മനു, തിയോഫിൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.